So guys, AMD Radeon 6000 series graphics cards announce ആയിട്ടുണ്ട് ആൻഡ് അനൗൺസ്മെന്റ് ഇവന്റിൽ ലീസാസു പറഞ്ഞത് കമ്മിങ് ഇയേഴ്സ് അതായത് 2020 ആൻഡ് 2021 വിൽ ബി ദ ഇയർ ഓഫ് ഗെയിമേഴ്സ് എന്നാണ് വിത്ത് AMD. ഇത് പറയാൻ കാരണം മേ ബി അവർ അത്രയ്ക്ക് ഷുവർ ആയിരിക്കും വരാനിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ്സ് അത്രയും നല്ല പെർഫോമിംഗ് ഗ്രാഫിക്സ് കാർഡ്സ് ആയിരിക്കും എന്ന്. ബിക്കോസ് ഓൾറെഡി നോക്കുവാണെങ്കിൽ കോൺസോൾസിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ബോക്സും PS5ലും AMD ആണ് റൂൾ ചെയ്യുന്നത്. AMDയുടെ പ്രോസസേഴ്സ് ആണ്, AMDയുടെ ഗ്രാഫിക്സ് കാർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സെയിം വേ ഇപ്പം PC മാർക്കറ്റ് നോക്കുവാണെങ്കിൽ Ryzen 5000 സീരീസ് പ്രോസസേഴ്സ് ആണ് മാർക്കറ്റിൽ കുറച്ച് ടോപ്പിൽ നിൽക്കുന്നത്. ഈവൻ ദോ അത് റിലീസ് ആയിട്ടില്ല, എന്നാൽ പോലും പെർഫോമൻസിന്റെ ബെഞ്ച് മാർക്സും ലീക്സും ഒക്കെ നോക്കുമ്പോൾ ഇന്റൽ പ്രോസസേഴ്സിനെ എത്രയോ നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രോസസേഴ്സിനെ കുറിച്ച് മെയിൻലി ഇപ്പോൾ പറയാൻ കാരണം Ryzen 5000 സീരീസ് പ്രോസസേഴ്സിന്റെ കുറച്ച് ബെഞ്ച് മാർക്സ്, അതായത് തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ്, AMDയുടെ ബെഞ്ച് മാർക്സ് അല്ല, തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് ഒക്കെ ഇങ്ങനെ ലീക്ക് ആയി വരുന്നുണ്ട്. ആൻഡ് ലീക്സ് ഒക്കെ ശരിയാണെങ്കിൽ ഇന്റലിന്റെ $549 പ്രൈസ് വരുന്ന ഇന്റലിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ, അതായത് കൺസ്യൂമർ ലെവലിലെ ടോപ്പ് എൻഡ് മോഡലായ ഇന്റൽ 10th ജനറേഷൻ i9-10900K Ryzen 5000 സീരീസിലെ $299 വരുന്ന Ryzen 5 5600X പ്രോസസർ ബീറ്റ് ചെയ്തിരിക്കുകയാണ്. നോട്ട് ചെയ്യണം, സിംഗിൾ കോർ പെർഫോമൻസിലാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ ഇന്റൽ ആണ് സിംഗിൾ കോർ പെർഫോമൻസിൽ ലീഡ് ചെയ്തിരുന്നത്. ആൻഡ് ഇതേ സിംഗിൾ കോർ ടാസ്കിലാണ് Ryzen 5 5600X പ്രോസസർ ഇന്റലിന്റെ 10900K പ്രോസസറിനെ ബീറ്റ് ചെയ്തേക്കുന്നത്. സോ അത് തന്നെ നമുക്ക് കാണിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോലി AMD എത്രയ്ക്ക് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് എത്ര മുന്നിൽ വന്നിട്ടുണ്ടെന്നാണ്. ആൻഡ് ഇപ്പം Ryzen 6000 സീരീസിന്റെ ബെഞ്ച് മാർക്സും പ്രൈസും പെർഫോമൻസും ഒക്കെ നോക്കുമ്പോൾ ഇന്റലിന് മാത്രമല്ല NVIDIAക്ക് ഒരു തലവേദനയാകാൻ പോവുകയാണ് AMD എന്ന് ഷുവർ ആണ്. എനിവേസ് അതൊക്കെ മാറ്റി വെച്ചിട്ട് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് Radeon RX 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ്. തുടങ്ങാം. സോ 3 ഗ്രാഫിക്സ് കാർഡ്സ് ആണ് അനൗൺസ് ചെയ്തത്. Radeon RX 6800, RX 6800 XT ആൻഡ് ടോപ്പ് എൻഡ് മോഡലായ RX 6900 XT. സോ ഇത് മൂന്നും NVIDIAയുടെ റീസെന്റ് റിലീസ് ചെയ്ത RTX 3000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സുമായിട്ടാണ് കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ RTX 3070 ഓർ 2080 Tiയുടെ ഡയറക്റ്റ് കമ്പറ്റീറ്റർ ആയിരിക്കും RX 6800. അത് കഴിഞ്ഞിട്ട് 3080യുടെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും 6800 XT. ആൻഡ് ടോപ്പ് എൻഡ് മോഡലായ RTX 3090യുടെ ഡയറക്റ്റ് കമ്പറ്റീറ്റർ ആയിരിക്കും AMDയുടെ Radeon 6900 XT ഗ്രാഫിക്സ് കാർഡ്. സോ പുതിയ Radeon 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിൽ എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുവാണെങ്കിൽ പഴയ 7 നാനോമീറ്റർ പ്രോസസ്സർ തന്നെയാണ് ചെയ്തേക്കുന്നത്. RDNA ആർക്കിടെക്ചറിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. RDNA 2 ആർക്കിടെക്ചർ ആണ് ഇതിൽ വന്നേക്കുന്നത്. സോ കമ്പയർ ടു പ്രീവിയസ് ജനറേഷൻ RDNA 2 ആർക്കിടെക്ചർ നോക്കുമ്പോൾ 26.8 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഗ്രാഫിക്സ് ചിപ്പിൽ യൂസ് ചെയ്തേക്കുന്നത്. പഴയ ജനറേഷൻ നോക്കുവാണെങ്കിൽ 10 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് മാത്രമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ 1.54 ടൈംസിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 54% ആണ് പെർഫോമൻസ് ഇൻക്രീസ് RDNA 2 വരുമ്പം ഫ്രം RDNA 1 അല്ലെങ്കിൽ RDNA പഴയ ജനറേഷനിൽ നിന്ന് പുതിയ ജനറേഷനിലോട്ട് മാറുമ്പോൾ കിട്ടുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ചെയ്യേണ്ടത് ഈ 1.54 ടൈംസിന്റെ പെർഫോമൻസ് ലീപ്പ് എന്ന് പറയുന്നത് പവർ കൺസംപ്ഷൻ കുറച്ചുകൊണ്ടാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് കമ്പയർ ടു പ്രീവിയസ് ജനറേഷൻ കുറഞ്ഞ പവർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പെർഫോമൻസ് ഇൻക്രീസ് കിട്ടുന്നത്. സോ പവർ എഫിഷ്യൻസിയും കൂടിയിട്ടുണ്ട് RDNA 2 വരുമ്പോൾ. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് AMD ഗ്രാഫിക്സ് കാർഡ്സിന്റെ ഒരു മേജർ ഇഷ്യൂ ആണ് പവർ എഫിഷ്യൻസി. പക്ഷേ അതെന്തായാലും RDNA 2 ആർക്കിടെക്ചറോട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകാൻ പോവാണ്. ലെസ് പവർ കൺസംപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഡബിൾ ദി പെർഫോമൻസ് ആണ് RDNA 2 ആർക്കിടെക്ചറിലെ RX 6000 ഗ്രാഫിക്സ് കാർഡ്സ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. ആൻഡ് NVIDIAയുടെ RTX 3000 സീരീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിലും പവർ എഫിഷ്യൻസി ആണ് കൂടുതൽ AMD കാർഡ്സിന്റെ. കാരണം RTX 3000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിനെക്കാളും കുറഞ്ഞ പവറാണ് RX 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പെർഫോമൻസ് വൈസ് ക്ലെയിം ചെയ്യുന്നത് 3000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിനെക്കാളും പെർഫോമൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. RDNA 2 ആർക്കിടെക്ചറിൽ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പുതിയ ഫീച്ചറാണ് ഇൻഫിനിറ്റി ക്യാഷ് എന്ന് പറയുന്ന ഫീച്ചർ. സോ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ 3.25 ടൈംസ് എഫക്റ്റീവ് ബാൻഡ് വിത്ത് സ്പീഡ് ആണ് കിട്ടുന്നത്. ഇൻഫിനിറ്റി ക്യാഷ് എന്ന് പറയുന്നത് Ryzen പ്രോസസേഴ്സ്, പുതിയ Ryzen സീരീസ് പ്രോസസേഴ്സിലെ ഒരു സെയിം സംഭവം തന്നെയാണ് ഗ്രാഫിക്സ് കാർഡ്സിലും AMD ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്രോസസറിൽ എങ്ങനെയാണോ ക്യാഷ് മെമ്മറി കോർ യൂണിറ്റിന്റെ ആ ഒരു CCDക്ക് അകത്ത് പ്ലേസ് ചെയ്ത് ലേറ്റൻസി കുറച്ചത്, അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഗ്രാഫിക്സ് കാർഡ്സിലും യൂസ് ചെയ്യുന്നത്. സോ ഗ്രാഫിക്സ് കാർഡ്സിന്റെ മെമ്മറിയുടെ കൂടെ തന്നെ ഒരു ഇൻഫിനൈറ്റ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ക്യാഷ് മെമ്മറി പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ എപ്പോഴും യൂസ് ആകുന്ന ഫയൽസ് ക്യാഷ് മെമ്മറിയിലായിരിക്കും റെഡിലി സ്റ്റോർ ആകുന്നത്. സോ ഇതേ സെയിം സംഭവം തന്നെയാണ് ഇൻഫിനിറ്റി ക്യാഷ് എന്ന് പറയുന്നത്. 128 MBയുടെ ഇൻഫിനിറ്റി ക്യാഷ് ആണ് കൊടുത്തേക്കുന്നത്. സോ ഗ്രാഫിക്സ് കാർഡിൽ തന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ആകുന്ന ഫ്രെയിംസ് ആകട്ടെ അല്ലെങ്കിൽ ഇമേജസ് എല്ലാം പെട്ടെന്ന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ ആണ് ഈ 128 MBയുടെ ഇൻഫിനൈറ്റ് ക്യാഷ് എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിൽ ലേറ്റൻസി കുറച്ചുകൂടി കുറയുന്നതായിരിക്കും. കാരണം പെട്ടെന്ന് തന്നെ ഫ്രെയിംസും കാര്യങ്ങളും റെൻഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ട് ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് പ്രോമിസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി Radeon 6000
സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിൽ ഹാർഡ്വെയർ ബേസ്ഡ് റേ ട്രേസിംഗ് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട്. ഫൈനലി AMD ഗ്രാഫിക്സ് കാർഡ്സിൽ റേ ട്രേസിംഗ് വന്നിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി റേ ട്രേസിംഗ് മാത്രമല്ല, ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറച്ചുകൂടി ഇമേഴ്സീവ് ആൻഡ് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി അപ്പാർട്ട് ഫ്രം റേ ട്രേസിംഗ് വേറെ കുറേ ഫീച്ചേഴ്സും കൂടി ആഡ് ആയിട്ടുണ്ട്. ലൈക്ക് വേരിയബിൾ റേറ്റ് ഷെയ്ഡിംഗ്, മെഷ് ഷെയ്ഡേഴ്സ്, സാമ്പ്ലർ ഫീഡ്ബാക്ക്, DirectX 12 അൾട്ടിമേറ്റ് സപ്പോർട്ട്, AMDയുടെ ഫിഡിലിറ്റി എഫക്ട്സ്, 4K എൻകോഡിംഗ് ആൻഡ് 8K ഡീകോഡിംഗിന്റെ സപ്പോർട്ടും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് പുതിയ 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിൽ. സോ അതുകൊണ്ട് തന്നെ AMD 100% ഷൂർ ആയിട്ട് പറയുവാണ് 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് പ്യൂർലി 100% ഗെയിമിങ്ങിന് ബെസ്റ്റ് GPU ആണെന്നാണ്. നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എനിക്ക് തോന്നിയത് റേജ് മോഡും സാമും ആണ്. അതായത് സ്മാർട്ട് ആക്സസ് മെമ്മറി, സാം എന്ന് പറയുന്നത്. AMDയുടെ 1 ക്ലിക്ക് ഓവർക്ലോക്കിംഗ് സൊല്യൂഷന്റെ പേരാണ് റേജ് മോഡ്. സോ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റേജ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്ലിക്കിൽ ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാൻ വേണ്ടി മറ്റ് സോഫ്റ്റ്വെയർസ്, അതായത് MSI, ആഫ്റ്റർ ബർണർ അല്ലെങ്കിൽ ഇതുപോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. AMDയുടെ തന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് സിംപ്ലി ഒരു സിംഗിൾ ക്ലിക്കിൽ ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിന് നമുക്ക് ബയോസിൽ കയറി വോൾട്ടേജസ് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലത്തെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യവും വരത്തില്ല എന്നാണ് AMD പറയുന്നത്. സോ ഇത് കുറച്ചുകൂടി ഓവർക്ലോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സേഫ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ഫീച്ചറാണ്. ആൻഡ് ഓവർക്ലോക്കിംഗ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് 100%, അതായത് മാക്സിമം ആയിട്ടുള്ള ഒരു ഓവർക്ലോക്കിംഗ് റിസൾട്ട് കിട്ടത്തില്ല. മാക്സിമം ലിമിറ്റ് മേലോട്ടൊന്നും പോകത്തില്ല, പക്ഷേ നമുക്കൊരു സ്റ്റേബിൾ ഓവർക്ലോക്കിംഗ് ആയിരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ കിട്ടുന്നത്. ഇൻ കേസ് അതിലും കൂടുതൽ ഓവർക്ലോക്കിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാനുവലി ചെയ്യണം. RDNA ആർക്കിടെക്ചറിന്റെ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് സാം അല്ലെങ്കിൽ സ്മാർട്ട് ആക്സസ് മെമ്മറി. ഇത് ആക്ച്വലി ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈസൻ അല്ലെങ്കിൽ AMDയുടെ ഹോൾ പ്രൊഡക്ട്സിന്റെ ഒരു ഈക്കോ സിസ്റ്റത്തിനെ നമുക്ക് ബൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണിത്. സോ AMDയുടെ കമ്പൈൻഡ് പവർ കിട്ടുന്നതായിരിക്കും സാം അല്ലെങ്കിൽ സ്മാർട്ട് ആക്സസ് മെമ്മറി എന്ന ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. റൈസൻ 5000 സീരീസിലെ പ്രോസസർ ആവശ്യമുണ്ട്, അതേപോലെ 500 സീരീസിലെ മദർ ബോർഡിന്റെ ആവശ്യമുണ്ട്, ആൻഡ് റേഡിയോൺ RX 6000 സീരീസിന്റെ ഗ്രാഫിക്സ് കാർഡും വേണം. സോ ഫോർ എക്സാമ്പിൾ റൈസൻ 5 5600X പ്രോസസർ, X570 മദർ ബോർഡ് ആൻഡ് റേഡിയോൺ RX 6800 ഗ്രാഫിക്സ് കാർഡ്. സോ ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് സാം എന്ന ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്യുവാണെങ്കിൽ പ്രോസസറിന് ഡയറക്റ്റ് പവർ കിട്ടുന്നതായിരിക്കും ഗ്രാഫിക്സ് കാർഡിന്റെ മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. നോർമലി നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ട്. സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡിന് മെമ്മറി ഉണ്ട്, VRAM എന്ന് പറയും. സോ ഗ്രാഫിക്സ് കാർഡ് കൂടുതലും യൂസ് ചെയ്യുന്നത് VRAM മെമ്മറിയാണ്. ആൻഡ് സിസ്റ്റത്തിൽ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്ന മെമ്മറി കൂടുതലും യൂസ് ചെയ്യുന്നത് പ്രോസസർ ആയിരിക്കും. പക്ഷേ സ്മാർട്ട് ആക്സസ് മെമ്മറി എന്ന ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസറിന് സിസ്റ്റം മെമ്മറി മാത്രമല്ല ഡയറക്റ്റ് ഗ്രാഫിക്സ് കാർഡിന്റെ മെമ്മറി ആയിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓവറോൾ ഞാൻ പറഞ്ഞ കോമ്പിനേഷനിലുള്ള റൈസൻ പുതിയ പ്രോസസറും പുതിയ ഗ്രാഫിക്സ് കാർഡും ലേറ്റസ്റ്റ് 500 സീരീസിലെ മദർ ബോർഡും യൂസ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ലേറ്റൻസി കുറയുന്നതായിരിക്കും, ഗെയിമിംഗ് പെർഫോമൻസ് കൂടുന്നതായിരിക്കും, ആൻഡ് കുറച്ചുകൂടി ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിന് സ്ക്വീസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇതൊക്കെയാണ് RDNA 2 ആർക്കിടെക്ചറിൽ റേഡിയോൺ 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിൽ വരാനിരിക്കുന്ന കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഒക്കെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് റേ ട്രേസിംഗ് എന്ന് പറയുന്നത്. എന്തായാലും RTX അല്ലെങ്കിൽ റേ ട്രേസിംഗ് എന്താണെന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. എന്തായാലും റേ ട്രേസിംഗ് എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. റേ ട്രേസിംഗ് ആക്ച്വലി ഗെയിമിനെ കുറച്ചുകൂടി ഇമേഴ്സീവും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സോ പ്രൈമറിലി ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റിനെ, ഗെയിമിലെ ലൈറ്റിങ്ങിനെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ച് ഗെയിമിനെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി കാണിക്കാനാണ് റേ ട്രേസിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഗ്രാഫിക്സ് ചിപ്പിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ലൈറ്റിന്റെ ബിഹേവിയർ എങ്ങനെയാണോ അതിന്റെ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ അതിന്റെ ബേസിസിലായിരിക്കും ഗെയിമിലെ ലൈറ്റിങ്ങും റിഫ്ലക്ഷൻസും ഷാഡോസും മറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം റിയൽ ആയിട്ട് എങ്ങനെയാണോ ലൈറ്റ് ബിഹേവ് ചെയ്യുന്നത് അതേ പാറ്റേണിലായിരിക്കും ഗെയിമിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷാഡോസ് ആയിരിക്കും, കുറച്ചുകൂടി റിയലിസ്റ്റിക് റിഫ്ലക്ഷൻസും റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈറ്റിംഗ് പാറ്റേൺസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം സിമ്പിളായിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണാം. RTX ഓൺ ചെയ്താൽ എങ്ങനെയായിരിക്കും, ഓഫ് ചെയ്താൽ എങ്ങനെയായിരിക്കും റിഫ്ലക്ഷൻസും ലൈറ്റിംഗും ഒക്കെ കാണുന്നതെന്ന്. റേ ട്രേസിംഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൻഡ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിന്റെ വിഷ്വൽസ് എങ്ങനെയായിരിക്കും എന്ന് സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. സോ റേ ട്രേസിംഗിൽ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് ഓരോ സിംഗിൾ കമ്പ്യൂട്ട് യൂണിറ്റിനും ഓരോ സിംഗിൾ RT കോർസ് ആണ്. RT കോർസ് എന്ന് പറയുമ്പോൾ AMDയുടെ സൈഡിൽ നിന്ന് അവർ പറയുന്നത് റേ ട്രേസിംഗ് ആക്സിലറേറ്റേഴ്സ് എന്നാണ്. NVIDIയുടെ സൈഡിൽ പറയുന്നതാണ് റേ ട്രേസിംഗ് കോർസ് എന്ന ആ ഒരു വേർഡ്. സോ ഇവിടെ AMDയുടെ ടെർമിനോളജി വെച്ച് നോക്കുവാണെങ്കിൽ ഒരു കമ്പ്യൂട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് 64 സ്ട്രീം പ്രോസസേഴ്സ് ആണ്. ആക്ച്വലി NVIDIയുടെ ഗ്രാഫിക്സ് കാർഡ്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ CUDA കോർസ് എന്ന് പറയും. സോ ഈ CUDA കോർസ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് AMDയുടെ സൈഡിൽ അവർ പറയുന്ന വേർഡ് സ്ട്രീം പ്രോസസേഴ്സ് എന്നാണ്. സോ രണ്ടും സെയിം സംഭവം തന്നെയാണ്, രണ്ടും കോർസ് തന്നെയാണ്, പക്ഷേ പേര് വേറെ വേറെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു കമ്പ്യൂട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് 64 സ്ട്രീം പ്രോസസേഴ്സിന്റെ ഒരു സെറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലത്തെ 6000 സീരീസിൽ ഓരോ ഗ്രാഫിക്സ് കാർഡ്സിലും ഡിഫറെന്റ് ആയിട്ടാണ്
ആയിട്ടാണ് കമ്പ്യൂട്ട് യൂണിറ്റ്സ് വരുന്നത്. അതെന്തായാലും അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആകും. എന്തായാലും റേ ട്രേസിംഗിന് വേണ്ടി ഓരോ റേ ട്രേസിംഗ് ആക്സിലറേറ്റർ ആണ് ഓരോ കമ്പ്യൂട്ട് യൂണിറ്റിന്റെയും കൂടെ യൂസ് ചെയ്തേക്കുന്നത്. സോ AMD കാർഡ്സിൽ റേ ട്രേസിംഗിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി 1-2 എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് AMDയുടെ ഫിഡിലിറ്റി എഫക്ട്സ് ആണ്. അതേപോലെ തന്നെ DirectX 12 അൾട്ടിമേറ്റിന്റെ സപ്പോർട്ട് ആണ്. സോ AMD ഫിഡിലിറ്റി എഫക്ട്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ആവുന്ന 7 ഗെയിം സെറ്റിംഗ്സിനെ, സോ 7 സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന 7 സെറ്റിംഗ്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഹൈ എൻഡ് ഗെയിംസിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സ് നിങ്ങൾ ഈ കാണുന്നതായിരിക്കും ഈ 7 സെറ്റിംഗ്സും. സോ എന്തായാലും ഓരോ സെറ്റിംഗ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അത് വെബ്സൈറ്റിൽ AMDയുടെ വെബ്സൈറ്റിൽ അവർ ക്ലിയർലി സ്ലൈഡ്സ് കാണിച്ചിട്ടുണ്ട്. ഓരോ സെറ്റിംഗും എനേബിൾ ചെയ്താൽ എങ്ങനെയായിരിക്കും, ഓരോ സെറ്റിംഗ് ഡിസേബിൾ ചെയ്താൽ എങ്ങനെയായിരിക്കും ഗെയിമിലെ ആ ഒരു ഫ്രെയിം കാണുന്നതെന്ന്. സോ അത് വെച്ച് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്തായാലും അത് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. സോ ഗെയിംസിലെ ഈ 7 ഡിഫറെന്റ് സെറ്റിംഗ്സ് RDNA 2 ആർക്കിടെക്ചർ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഗെയിമേഴ്സിന് മാത്രമല്ല ഡെവലപ്പേഴ്സിന് കുറച്ചുകൂടി കൺട്രോൾ കൊടുക്കുന്നതായിരിക്കും, എങ്ങനെ ലൈറ്റിംഗ് പാറ്റേൺസും എല്ലാം ഡിഫൈൻ ചെയ്യാവുന്നുള്ളത്. അതേപോലെ DirectX 12 അൾട്ടിമേറ്റിന്റെയും സപ്പോർട്ട് RDNA 2 ബേസ്ഡ് 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിൽ വന്നിട്ടുണ്ട്. സോ DirectX 12 അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് DX12ന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്, പുതിയൊരു വേർഷൻ ആണ്. സോ DX12 എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ആണ്. സോ മൈക്രോസോഫ്റ്റ് കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് DirectX 12 അൾട്ടിമേറ്റിന് RDNA 2 ആർക്കിടെക്ചറിൽ. DirectX 12 അൾട്ടിമേറ്റിൽ റേ ട്രേസിംഗും മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഹാർഡ്വെയർ ബേസ്ഡ് റേ ട്രേസിംഗ് അല്ല, സോഫ്റ്റ്വെയർ ബേസ്ഡ് റേ ട്രേസിംഗ് ആണ്. സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഗെയിമിൽ ചെറുതായിട്ട് ലൈറ്റിംഗിന്റെ അവിടെ ഇവിടെയും കുറച്ച് ഡിഫറൻസസ് കൊണ്ടുവന്ന് ചെറുതായിട്ട് റേ ട്രേസിംഗ് ഒക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഫീച്ചറാണ് DX12ലെ റേ ട്രേസിംഗ് ഫീച്ചർ. അവർ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ DX റേ ട്രേസിംഗ് എന്നാണ് അതിന്റെ പേര്. സോ ദാറ്റ് മീൻസ് മൈക്രോസോഫ്റ്റ് ഇപ്പോൾ കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട് ഗെയിംസിലോട്ട് കുറച്ചുകൂടി ഇൻവോൾവ് ആകാൻ വേണ്ടി. അതുകൊണ്ടാണ് ചില പുതിയ ഗെയിംസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചില എറേഴ്സ് ഒക്കെ കാണാറുണ്ട്. അത് നമ്മൾ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തെ ആ എറർ പോകും. സോ അത് ഇതുകൊണ്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇപ്പം ഗെയിംസിൽ കുറച്ച് ചെറിയൊരു ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ മൈക്രോസോഫ്റ്റിന്റെ DX12 അൾട്ടിമേറ്റിലെ സോഫ്റ്റ്വെയർ ബേസ്ഡ് DX റേ ട്രേസിംഗും RDNA 2 ആർക്കിടെക്ചറിലെ ഹാർഡ്വെയർ ബേസ്ഡ് റേ ട്രേസിംഗും ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിഷ്വൽ വണ്ടേഴ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് ഗെയിമിംഗിൽ. സോ വിഷ്വലി റേ ട്രേസിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്നാണ് AMD പറയുന്നത്. എന്തായാലും RDNA 2 ബേസ്ഡ് Radeon 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇതൊക്കെയായിരുന്നു. ആൻഡ് കുറച്ച് പുതിയ ഫീച്ചേഴ്സും റേ ട്രേസിംഗിന്റെ ഫീച്ചേഴ്സും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സും അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഫൈനലി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗിലാണ് ആക്ച്വലി ഇത് പറയേണ്ടത്. പുതിയ ഗ്രാഫിക്സ് കാർഡ്സിന്റെ സ്പെസിഫിക്കേഷനും പ്രൈസിംഗും ബെഞ്ച് മാർക്സും പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് നമുക്ക് AMD Radeon RX 6800 സ്പെക്സും അതിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കാം. സോ Radeon RX 6800 60 കമ്പ്യൂട്ട് യൂണിറ്റ്സ് ആണ്. 1815 മെഗാഹെർട്സിന്റെ ആണ് ഗെയിം ക്ലോക്ക് വരുന്നത്. 2105 മെഗാഹെർട്സിന്റെ ബൂസ്റ്റ് ക്ലോക്ക് ആണ് കിട്ടുന്നത്. 128 MB ആണ് ഇൻഫിനിറ്റി ക്യാഷ് ഇതിലുള്ളത്. ആൻഡ് 16 GB ആണ് VRAM വരുന്നത്. ഇതൊരു കോമൺ പോയിന്റ് ആണ്. എല്ലാ ഗ്രാഫിക്സ് കാർഡ്സിലും ഈ പറഞ്ഞ എല്ലാ 3 ഗ്രാഫിക്സ് കാർഡ്സിലും 16 GB ആണ് VRAM വരുന്നത്. അതും GDDR6 ബേസ്ഡ് മെമ്മറി ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് 6800ന്റെ പവർ കൺസംപ്ഷൻ അല്ലെങ്കിൽ TDP വാല്യൂ വരുന്നത് 250 വാട്ട്സ് ആണ്. ആൻഡ് സിമിലർലി RX 6800ന്റെ ബെഞ്ച് മാർക്സ് AMD കാണിച്ച ബെഞ്ച് മാർക്സ് ഒന്ന് നോക്കുവാണെങ്കിൽ അതിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. സോ AMD RX 6800നെ കമ്പയർ ചെയ്തേക്കുന്നത് RTX 2080 Ti അല്ലെങ്കിൽ നമുക്കത് 3070 ആയിട്ടും പറയാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് 2080യുടെ ഓൾമോസ്റ്റ് അതേ പെർഫോമൻസ് ആണെന്നാണ് പറയുന്നത്. സോ 1440p റെസൊല്യൂഷൻ ഗെയിമിംഗിന്റെ ബെഞ്ച് മാർക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ബെഞ്ച് മാർക്സ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർലി നമുക്ക് പറയാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസിലും AMD ആണ് ടോപ്പിൽ നിൽക്കുന്നത്. കംപ്ലീറ്റ്ലി AMD Radeon 6800 NVIDIAയുടെ RTX 2080 Tiനെ ബീറ്റ് ചെയ്തേക്കുവാണ്. ആൻഡ് ചെറിയ മാർജിൻ ഒന്നുമല്ല, ഓൾമോസ്റ്റ് നല്ല മാർജിനിൽ തന്നെയാണ് ബീറ്റ് ചെയ്തേക്കുന്നത്. ബെഞ്ച് മാർക്ക് ചെയ്ത 10 ഗെയിംസിലും AMD തന്നെയാണ് ലീഡിംഗ് ആയിട്ട് ഇവിടെ കാണുന്നത്. സോ Radeon RX 6800 കംപ്ലീറ്റ്ലി ഈ ബെഞ്ച് മാർക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റും RTX 3070ക്ക് ഒരു കംപ്ലീറ്റ് ട്രൂ കമ്പറ്റിറ്റർ തന്നെയാണ്. പെർഫോമൻസിൽ എന്തായാലും ബെറ്റർ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ 6800ന്റെ പ്രൈസ് വരുന്നത് $579 ആണ്. ആൻഡ് 3070യുടെ പ്രൈസ് വരുന്നത് $499 ആണ്. സോ ഓൾമോസ്റ്റ് ഒരു $80ന്റെ വ്യത്യാസമുണ്ട്. $80 Radeon ഗ്രാഫിക്സ് കാർഡ്സ് കുറച്ച് കൂടുതലാണ്. ബട്ട് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ AMD ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് കുറച്ച് ലീഡിംഗിൽ. നെക്സ്റ്റ് കാർഡാണ് AMDയുടെ Radeon 6800 XT. സോ RX 6800 XTയുടെ സ്പെക്സ് നോക്കുവാണെങ്കിൽ ഇതിലുള്ളത് 72 കമ്പ്യൂട്ട് യൂണിറ്റ്സ് ആണ്. 2015 മെഗാഹെർട്സിന്റെ ഗെയിം ക്ലോക്ക് സ്പീഡും 2250 മെഗാഹെർട്സിന്റെ ബൂസ്റ്റ് ക്ലോക്ക് സ്പീഡും ആണ്. സെയിം 128 MBയുടെ ഇൻഫിനിറ്റി ക്യാഷ് ഉണ്ട്. അതേപോലെ മെമ്മറി വന്നേക്കുന്നത് സെയിം 16 GB ആണ്. ആൻഡ് പവർ കൺസംപ്ഷൻ അല്ലെങ്കിൽ TDP വാല്യൂ നോക്കുവാണെങ്കിൽ 300 വാട്ട്സ് ആണ്. ഇത് 3080 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 20 വാട്ട്സ് കുറവാണ്. 3080യുടെ 320 വാട്ട്സ് ആണ്. സോ 6800 XTയുടെ ഗെയിമിംഗ് പെർഫോമൻസിന്റെ ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിൽ 4K ഗെയിമിംഗിന്റെ ഫ്രെയിംസ് ആണ് ഈ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 10 ഗെയിംസിന്റെ ബെഞ്ച് മാർക്കിംഗ് റിസൾട്ട്സ് ആണ് ഈ കാണുന്നത്. ആൻഡ് ഇത് RTX 3080 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർലി
കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു 7-8 ഗെയിംസിൽ AMD തന്നെയാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 3-4 ഗെയിംസിൽ മാത്രം സിമിലർ FPS ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതെന്തായാലും പ്രൈസും പവർ കൺസംഷൻ വൈസ് നോക്കുവാണെങ്കിൽ AMD കാർഡ്സ് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം RX 6800 XTയുടെ പ്രൈസ് വരുന്നത് $649 ആണ് ആൻഡ് NVIDIAയുടെ RTX 3080യുടെ പ്രൈസ് വരുന്നത് $699 ആണ്. സോ RTX 3080 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ $50 കുറവാണ് പ്രൈസിൽ ആൻഡ് $20 പവർ കൺസംഷൻ TDP വാല്യൂവിൽ 20 വാട്ട്സ് കുറവാണ്. സോ 20 വാട്ട്സ് ലെസർ പവറിലാണ് സിമിലർ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൽ കുറച്ച് ബെറ്റർ പെർഫോമൻസ് 6800 XT തരുന്നത്. നെക്സ്റ്റ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ Radeon RX 6900 XT ആണ്. 6900 XT നോക്കുവാണെങ്കിൽ ഇതിൽ 80 കമ്പ്യൂട്ട് യൂണിറ്റ്സ് ആണുള്ളത്. 2015 മെഗാഹെർട്സിന്റെ ഗെയിം ക്ലോക്ക് സ്പീഡും 2250 മെഗാഹെർട്സിന്റെ ബൂസ്റ്റ് ക്ലോക്ക് സ്പീഡും ആണുള്ളത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 128 MB ഇൻഫിനിറ്റി ക്യാഷ്, 16 GB GDDR6 മെമ്മറി, 300 വാട്ട്സിന്റെ ടോട്ടൽ ബോർഡ് പവർ അല്ലെങ്കിൽ TDP വാല്യൂ. ഇനി 6900 XTയുടെ ബെഞ്ച് മാർക്സും പെർഫോമൻസും ഒന്ന് നോക്കാം കമ്പയർ ടു RTX 3090 ഗ്രാഫിക്സ് കാർഡ്. സോ 6900 XTയുടെ 4K ഗെയിമിംഗ് ബെഞ്ച് മാർക്സ് ആണ് ഈ കാണുന്നത്. സോ ഓൾമോസ്റ്റ് 10 ഗെയിംസിൽ 5-6 ഗെയിംസിൽ AMD കംപ്ലീറ്റ്ലി NVIDIA ബീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഗെയിംസിൽ ചിലത് ഈക്വൽ ആണ് ആൻഡ് ചിലത് കുറച്ച് താഴെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ FPSന്റെ വ്യത്യാസമേ ഉള്ളൂ. സോ പെർഫോമൻസ് വൈസ് 6900 XT നമുക്ക് കുറച്ച് ബെറ്റർ തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇതിന്റെ പ്രൈസിങ്ങും പവർ കൺസംഷനും നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് 3090യെക്കാളും. 6900 XTയുടെ പ്രൈസ് വരുന്നത് $999 മാത്രമേ ഉള്ളൂ കമ്പയർ ടു RTX 3090യുടെ $1499. സോ ഓൾമോസ്റ്റ് $500ന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. TDP വാല്യൂ നോക്കുവാണെങ്കിലും 300 വാട്ട്സ് തന്നെയാണ്. RTX 3090യുടെ വരുന്നത് 350 വാട്ട്സ് ആണ്. സോ ഇതാണ് AMD ക്ലെയിം ചെയ്യുന്ന 6900 XTയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് റിസൾട്ട്സ്. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ബെഞ്ച് മാർക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബെറ്റർ പെർഫോമൻസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. 100% ബെറ്റർ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിന്റെ പ്രൈസിങ്ങും ഇതിന്റെ TDP വാല്യൂ ആണ്. തേർഡ് പാർട്ടി റിയൽ ബെഞ്ച് മാർക്സ് ഒന്നും വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈവൻ ദോ നമ്മൾ രണ്ടും സിമിലർ പെർഫോമൻസ് ആണെന്ന് പറഞ്ഞാൽ പോലും 6900 XTയുടെ പ്രൈസ് $500 കുറവാണ്. ടോട്ടൽ ബോർഡ് പവർ അല്ലെങ്കിൽ TDP വാല്യൂയും 50 വാട്ട്സ് കുറവാണ്. ഓവറോൾ പ്രൈസ് ടു പെർഫോമൻസ് ആൻഡ് പവർ എഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാൽ AMD RDNA 2 ബേസ്ഡ് Radeon 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് അടിപൊളിയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. 6800 ആണ് കുറച്ച് കൂടുതൽ പ്രൈസിങ്ങിൽ, പക്ഷേ എന്നാലും പെർഫോമൻസും കുറച്ച് കൂടിയിട്ടുണ്ട്. ബാക്കി രണ്ട് ഗ്രാഫിക്സ് കാർഡ്സും എന്തായാലും പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി NVIDIAനെ ബീറ്റ് ചെയ്തേക്കുവാണ്. സോ ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് അല്ലെങ്കിൽ RDNA 2 ആർക്കിടെക്ചർ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ എന്തായാലും തേർഡ് പാർട്ടി റിവ്യൂസും തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആകത്തുള്ളൂ. ആൻഡ് ഫൈനലി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഗ്രാഫിക്സ് കാർഡ്സിന്റെ റിലീസ് ഡേറ്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ഡേറ്റ്സ് ആണ്. 6800ഉം 6800 XTയും വരുന്നത് 18th നവംബറിനായിരിക്കും ആൻഡ് 6900 XT വരുന്നത് December 8th-നാണ്. സോ 6800 സീരീസ് November 18th-ഉം 6900 XT December 8th-നുമാണ്. സോ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കുക. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.